ഹലോ എന്ന് നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ഒരു കീ ചെയിൻ ആട്ടോ ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മോൾഡ് വേണം. ഇത് കറക്റ്റ് റൗണ്ട് അല്ല കേട്ടോ. നമ്മൾ ഏതൊരു മോൾഡ് എടുക്കുകയാണെങ്കിലും സെലോ ടേപ്പ് വെച്ചിട്ട് അതും ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കണം. വില പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ റെസിനാട്ടോ. ഇത് 2:1 റേഷ്യോയിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ചെറിയ കപ്പാട്ടോ എടുക്കണത്. കാരണം ഇത് ചെറിയൊരു കീ ചെയിൻ ആയ കാരണം ഇതൊരു കിറ്റിൻ്റെ ഒപ്പം നമുക്ക് കിട്ടിയതാട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ചെറിയൊരു കപ്പ്. അപ്പോൾ ഇത് 2:1 ആയി കാരണം നമ്മൾ എത്രയാണോ റെസിൻ എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം ഹാർഡ്നർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 ടീസ്പൂണാണ് റെസിൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഹാർഡ്നറും 1 സ്പൂൺ എടുക്കാം, പകുതി അതിൻ്റെ. എന്നിട്ട് മെല്ലെ മിക്സ് ചെയ്യുക. അപ്പോൾ അഥവാ ബബിൾസ് വരികയാണെങ്കിൽ ഒന്നെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ കുറേ ബബിൾസൊക്കെ പോകട്ടും. അല്ലെങ്കിൽ സ്പ്രേ ഉണ്ട് ബബിൾ റിമൂവർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പകുതി ബ്ലൂവും പകുതി സിൽവർ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കുറച്ചൊരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കളർ പോലെ സെറ്റ് ചെയ്തിട്ടോ ബാക്ക് സൈഡ്. എന്നിട്ട് നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സൈഡിൽ നമുക്ക് മൈലവ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ കസ്റ്റമറിന് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റിക്കർ ടൈപ്പ് ആട്ടോ നമ്മൾ ഫോട്ടോ എടുത്തേക്കുന്നത്. അത് PVC വാട്ടർ പ്രൂഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മൾ റെസിൻ ഫോട്ടോമിക്ക് ഒഴിക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു സ്റ്റിക്കോണ്ട് എന്തിനോണ്ട് ഫോട്ടോമ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ കളർ സ്പ്രെഡ് ആവും. ഒരു ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ സംഭവം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. ബാക്കിൽ ഫുള്ള് ഗിൽറ്റ് ആട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു മൈലവ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് കീ ചെയിനോ എന്താവശ്യം ഉണ്ടെങ്കിൽ റെസിനായിട്ടുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കീ ചെയിൻ്റെ സാധനങ്ങൾ റിങ് കാര്യങ്ങളൊക്കെ ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.